ആന്റണി ജോൺ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് 3 സ്കൂളുകൾക്ക് ബസ് വാങ്ങി. വെണ്ടുവഴി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ, കുറ്റിലഞ്ഞി ഗവൺമെന്റ് യു.പി. സ്കൂൾ, നോർത്ത് കോട്ടപ്പടി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്കാണ് സ്കൂൾ ബസ് ലഭിച്ചത്. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വ്യാഴാഴ്ച നടന്നു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 3 വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഇനി സ്കൂൾ യാത്രകൾ സുഗമമാകും. ആന്റണി ജോൺ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് 3 സ്കൂളുകൾക്ക് ബസ് വാങ്ങി. വെണ്ടുവഴി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ, കുറ്റിലഞ്ഞി ഗവൺമെന്റ് യു.പി. സ്കൂൾ, നോർത്ത് കോട്ടപ്പടി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്കാണ് സ്കൂൾ ബസ് ലഭിച്ചത്. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വ്യാഴാഴ്ച ആന്റണി ജോൺ എം.എൽ.എ നിർവഹിച്ചു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ തുടർച്ചയിൽ തന്നെയാണ് നിങ്ങളെല്ലാം ഏറെ കാലമായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടി ഇന്നിപ്പോൾ അംഗീകരിക്കപ്പെടുന്നത്. കോതമംഗലം ഉപജില്ലയിൽ മാത്രമല്ല, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആകെ പരിശോധിക്കുമ്പോഴും കുട്ടികളുടെ എണ്ണം കൊണ്ടും അക്കാദമിക് നിലവാരം കൊണ്ടും മറ്റ് വിവിധങ്ങളായിട്ടുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളും ഒക്കെ വളരെ മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കുന്ന ഒരു മാതൃകാ പൊതുവിദ്യാലയമാണ് നമ്മുടെ ഈ വെണ്ടുവഴി ഗവൺമെന്റ് എൽ.പി. സ്കൂൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന് എല്ലാ നിലയിലുമുള്ള പിന്തുണ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ്. വെണ്ടുവഴി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ എച്ച്.എം. എസ്.എം. മുഹമ്മദ്, വാർഡ് കൌൺസിലർ ഷിനു കെ.എ, എസ്.എം.സി. ചെയർമാൻ ഷാമോൻ ഇ.എ, എം.പി.ടി.എ. ചെയർപേഴ്സൺ റിയ മഹേഷ്, മുൻ പി.ടി.എ. പ്രസിഡന്റ് മക്കാർ ഇ.എ, കൈറ്റ് കോർഡിനേറ്റർ എസ്.എം. അലിയാർ, അധ്യാപകൻ അജാസ് ടി.എം തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും മികച്ച പ്രവർത്തനം അത് പാഠ്യേതര രംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു പൊതുവിദ്യാലയമാണ് നമ്മുടെ സ്കൂള്. ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ തന്നെ 500-ലേറെ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ സ്കൂള് ആ രംഗത്ത് ഇടപെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനം, എല്ലാ രംഗത്തുമുള്ള പ്രവർത്തനം അത് സാധ്യമാക്കേണ്ടത് നമ്മുടെ എല്ലാം ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഞാനിപ്പോൾ എനിക്ക് എം.എൽ.എ. ആയി പ്രവർത്തിക്കാൻ ജനങ്ങൾ 9 വർഷമായി അവസരം നൽകിയപ്പോഴും ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഇതിനു മുൻപും ഇതുപോലുള്ള പല വികസന കാര്യങ്ങളുടെ തുടക്കം കുറിക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്ന വേളയിലുമൊക്കെ നമ്മളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഹൈടെക് സ്കൂൾ മന്ദിരം ഇവിടെ നമ്മൾ നിൽക്കുന്നതിന് സമീപത്ത് അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കുറ്റിലിഞ്ഞി ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും മാതാപിതാക്കളും പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് എം. വിജയകുമാരി അധ്യക്ഷത വഹിച്ചു. പി.ടി.എ. പ്രസിഡന്റ് അനസ് എം.യു, പി.ടി.എ. വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ഇ.എസ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് സ്കൂൾ വാഹനം കുട്ടികളും അധ്യാപകരും ചേർന്ന് ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ ദിവസം 74-ാം വാർഷിക വേളയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു പോയതുമാണ്. അപ്പോൾ 74 വർഷത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം സാധ്യമായിട്ടുള്ള ഒരു കാലത്താണ് ഇപ്പോൾ നമ്മളോട് ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ 74 വർഷം എന്നുള്ള ദീർഘമായ കാലം ഇന്ന് കോതമംഗലത്ത് മേഖലയാകെ പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് പാഠ്യേതര രംഗങ്ങളിലെല്ലാം ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു പൊതുവിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന് എല്ലാ നിലയിലുമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതും നമ്മുടെ എല്ലാ കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളിൽ ഏറ്റെടുക്കുന്നത്. ഇന്ന് നമ്മൾ കോട്ടപ്പടി നോർത്ത് എൽ.പി. സ്കൂളിനോടൊപ്പം തന്നെ വെണ്ടുവഴി സ്കൂളിലും അതോടൊപ്പം തന്നെ കുറ്റിലഞ്ഞി സ്കൂളിലും കൂടി വാഹനങ്ങൾ 3 സ്കൂളുകൾക്കാണ് ഒരു ദിവസം വാഹനങ്ങൾ കൈമാറുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന എം.എൽ.എ. ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്ന ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ
ഇപ്പോൾ നമ്മൾ ഈ സ്കൂളുകൾക്കെല്ലാം ഈ വാഹനങ്ങൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. നോർത്ത് കോട്ടപ്പടി സ്കൂളിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ അനീഷ് KB, ഹെഡ് മിസ്ട്രസ് ഷാലി VM, അധ്യാപകരായ ലളിതകുമാരി, ലിൻഡ സുബിൻ, ബിന്ദു, ട്രീസ, പ്രിൻസില, വിനീത, സുരമ്യ, ഫൈസൽ, ഷിത, ഗീത, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ശുഭയാത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളുകൾക്ക് ബസ്സുകൾ സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.